പ്രതിസന്ധികൾ മറികടന്ന് ടർബോ 50 കോടി ക്ലബിൽ. മമ്മൂക്കയുടെ കോമഡി മാസ് സിനിമ ടർബോയ്ക്ക് എങ്ങും മികച്ച ബുക്കിംഗ്. ഈ വർഷം എത്തിയ മലയാള സിനിമകളിൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ റെക്കോർഡ് നേടി ടർബോ. പിന്നീടുള്ള ദിവസത്തിലും അത് തുടർന്നു. പ്രതിസന്ധി തീർത്തുകൊണ്ട് മഴയും നെഗറ്റീവ് റിവ്യൂസും എത്തിയെങ്കിലും വലിയ തോതിൽ സിനിമയെ ബാധിക്കാതെ ആദ്യ 4 ദിവസം കൊണ്ട് 52 കോടിയോളം നേടാനായി. ഇന്നത്തെ രാത്രി ഷോ കൂടി പൂർത്തിയായാലേ കൃത്യമായ വിവരം കിട്ടുകയുള്ളൂ. കേരളത്തിലേതുപോലെ തന്നെ GCCയിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണുള്ളത്. വൈശാഖ് മമ്മൂക്ക കൂട്ടുകെട്ടിലെത്തിയ ടർബോ ഹാട്രിക് ഹിറ്റായി മാറിയിരിക്കുകയാണ്. മറ്റ് 2 സിനിമകൾ നേടിയതിലുമധികം ടർബോ ഇതിനകം നേടിക്കഴിഞ്ഞു. സൺഡേ ദിവസമായതിനാൽ മിക്ക ഷോയും ഹൗസ്ഫുള്ളിൽ തന്നെയാണ്. കൊച്ചിയിൽ മാത്രം 100 ഹൗസ്ഫുൾ ഷോയാണ് 4ാം ദിവസം ടർബോ കളിക്കുന്നത്. 100-ലധികം എക്സ്ട്രാ ഷോകൾ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഇന്നും കേരളത്തിൽ കണ്ടേക്കും. ലാലേട്ടൻ നായകനായി എത്തിയ നേരെ GCCയിൽ ആകെ നേടിയ കളക്ഷൻ ടർബോ 3 ദിവസം കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ജോസ് എന്ന നായക കഥാപാത്രമായി ടർബോയിൽ മമ്മൂക്ക എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണുള്ളത്. ഓട്ടോ ബില്ല എന്ന കഥാപാത്രം ടർബോയിലെ പ്രധാന പോസിറ്റീവാണ്. അമ്മയുടെ വേഷത്തിലെത്തിയ ബിന്ദു പണിക്കരും അവരുടെ വേഷത്തെ ഭംഗിയാക്കി. ആക്ഷൻ സീനുകളും കാർ ചേസിംഗ് രംഗവുമാണ് സിനിമയുടെ നട്ടെല്ല്. മറ്റെല്ലാ ഘടകങ്ങളും മേക്കിംഗ് കൊണ്ട് വൈശാഖ് എന്ന സംവിധായകൻ ഓവർകം ചെയ്യാറുണ്ട്. മികച്ച സാങ്കേതിക നിലവാരമുള്ള ദൃശ്യഭാഷ ഒരുക്കുന്നതിൽ വൈശാഖ് പൂർണ്ണമായും വിജയിച്ചു. എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ടാസ്വദിക്കാവുന്ന വിനോദ ഘടകങ്ങൾ കൂട്ടിയിണക്കിയ സിനിമ ടർബോ. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.